അതെ, ലൈഫിൽ നമ്മൾ ഒട്ടുമിക്ക പേരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാവും, അല്ലെങ്കിൽ ചോദിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാവും. മിനിമം ഒരു വട്ടമെങ്കിലും നമ്മളിത് ചോദിക്കും, എന്തിനാ നമ്മൾ ഇതൊക്കെ പഠിച്ചത്, അല്ലേ? അങ്ങനെ ഒരു ചോദ്യം എന്തുകൊണ്ടാ വന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? കാരണം നമ്മൾ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ഒരു അടിസ്ഥാനവുമില്ലാതെ ഒരു ബേസും ഇല്ലാതെ പഠിച്ചു പോയി, അല്ലേ? ഓർക്കുന്നില്ലേ പലതും? നമ്മളുടെ കുറെ മാത്സ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എന്താണ്? വലിയൊരു റെക്ടാങ്കുലർ പ്ലോട്ടിനകത്ത് ഒരു സർക്കിൾ ഇൻസ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നു. ആ റെക്ടാങ്കുലർ പ്ലോട്ടിന്റെ ലെങ്ത് ഇത്രയാണെങ്കിൽ, വിഡ്ത്ത് ഇത്രയാണെങ്കിൽ, അതിനകത്ത് വെച്ചിരിക്കുന്ന സർക്കിളിന്റെ ഏരിയ ഇത്രയാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ പെരിമീറ്റർ എന്നല്ലേ? ആകെ തലയിറങ്ങിയിട്ടുള്ളതല്ലാതെ ഇന്നേ വരെ ഇതിന്റെ ബേസ് എന്താണെന്ന് നമുക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തായിരിക്കും? നമ്മുടെ ബുദ്ധിക്കുറവാണോ, അതോ ഇനി നമ്മൾ പഠിക്കാൻ മോശമായതുകൊണ്ടാണോ? കാര്യം എന്തായിരിക്കും? കാര്യം നമ്മൾ ലൈഫിൽ ഈ സാധനം നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. സോ നമ്മൾ കുറേ കാര്യങ്ങൾ എന്തെന്നറിയാതെ കാണാതെ പഠിച്ചു. ഇവിടെയാണ് മോണ്ടിസോറി സിസ്റ്റത്തിൻ്റെ റെലവൻസ് വരുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മോണ്ടിസോറി സിസ്റ്റം ഒരു കുട്ടിക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു കുട്ടിയെ മോണ്ടിസോറി സിസ്റ്റത്തിൽ പഠിപ്പിക്കൂ എന്ന് പറയുന്നതിന് പ്രാധാന്യം വരുന്നത് ഇവിടെയാണ്. മോണ്ടിസോറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? മെറ്റീരിയൽ ബേസ്ഡ് ലേണിംഗ് ആണ്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവർ ഓറലി കേട്ടോ അല്ലെങ്കിൽ ബോർഡിൽ കണ്ടോ പഠിക്കുമല്ല, മറിച്ചോ അവരുടെ കയ്യിൽ ഈ സാധനങ്ങളെല്ലാം കിട്ടുവാണ്. ഒന്ന് ആലോചിച്ച് നോക്കേ, അത്രയും കോൺക്രീറ്റ് ആയിട്ട് ആ സാധനം കണ്ട് പഠിക്കുന്ന ഒരു കുട്ടി അത് മറക്കൂ? ശരി, ഒരു ക്യൂബ് അല്ലെങ്കിൽ ഒരു പിരമിഡ് ഒന്ന് ഇമാജിൻ ചെയ്തേ. എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ ഒരു 50% ആൾക്കാരെങ്കിലും ബ്ലാക്ക് ബോർഡിൽ കഷ്ടപ്പെട്ട് പണ്ട് ടീച്ചർ വരച്ച ആ പിരമിഡോ കോണോ അല്ലെങ്കിൽ ക്യൂബോ ഒക്കെ ഇമാജിൻ ചെയ്ത് കാണും, അല്ലേ? നമ്മുടെ തെറ്റല്ല. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ പിരമിഡിന്റെ എല്ലാ സൈഡ്സും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഈ പിരമിഡിന്റെ എത്ര സർഫസസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇതൊന്നും അറിയാത്ത നമ്മളോട് എന്ത് ചോദിക്കും? നമ്പർ ഓഫ് പിരമിഡ്സ് എത്രയാണ്, ഈ പിരമിഡിന്റെ ഏരിയ എത്രയാണ്, അല്ലെ, ഈ പിരമിഡിന്റെ വേർട്ടിസസ് എത്രയാണ്, ഇതൊക്കെ ചോദിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. കഷ്ടപ്പെട്ട് ബോർഡിന്റെ അപ്പുറത്ത് ഈ പിരമിഡിന് എത്ര സൈഡ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റുമോ? ഇല്ല. മറിച്ച് മോണ്ടിസോറി സിസ്റ്റത്തിൽ വരുന്ന ഒരു കുട്ടി ആ പിരമിഡ് അല്ലെങ്കിൽ ഏത് ഷേപ്പോ ആയിക്കോട്ടെ, 2D ഷേപ്പോ 3D ഷേപ്പ് വാട്ട് എവർ ഇറ്റ് ഈസ്, അവരത് എക്സ്പീരിയൻസ് ചെയ്യുവാണ്. അതായത് അവരുടെ കയ്യിലെടുത്ത് വെച്ച് അതിന് എത്ര സൈഡ് ഉണ്ട്, എത്ര വേർട്ടിസസ് ഉണ്ട്, എത്ര സർഫസസ് ഉണ്ട് എന്നെല്ലാം തൊട്ടും കണ്ടും പഠിച്ചു വരുന്ന കുട്ടിയാണ്. അങ്ങനെ തറവായിട്ട് കിട്ടുന്ന ഒരു നോളജ്, അല്ലെങ്കിൽ കളിയിലൂടെ എക്സ്പീരിയൻസ് ചെയ്ത് കിട്ടുന്ന ആ നോളജ് ലൈഫ് ലോങ് അവർ മറക്കില്ല, അല്ലേ? ഇതാണ് മോണ്ടിസോറി സിസ്റ്റത്തിന് പ്രാധാന്യം. അപ്പം നിങ്ങൾ ചോദിക്കും, ടീച്ചർ മാത്സിൽ മാത്രമേ ഉള്ളൂ ഈ സിസ്റ്റം? അല്ല. അപ്പോൾ അവർ ലാംഗ്വേജ് എങ്ങനെ പഠിക്കും? A for ആപ്പിൾ, അല്ലേ? B for ബോയ്. നമുക്കൊരു 10, 30, 35 വർഷം 40 വർഷം ആയവരും പറയുന്നത് A for ആപ്പിളും B for ബോയ് ആണ്. അതെന്താ? A വെച്ച് വേറെ വാക്കില്ലേ? B വെച്ചിട്ട് വേറെ വാക്കില്ലേ? ഇതൊക്കെ ഒരു കാരണമുണ്ട്. നമ്മളെ പണ്ട് പഠിപ്പിച്ചിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ട്, അല്ലേ? A for ആപ്പിൾ, B for ബോയ്. ഇന്നും ഒരു 35 വർഷം 40 വർഷം അല്ലെങ്കിൽ 50 വർഷം ഇപ്പോഴത്തും നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം അത് തന്നെയാണ്. മാറ്റേണ്ട സമയമായിരിക്കുന്നു. മോണ്ടിസോറി സിസ്റ്റത്തിൽ നിങ്ങളൊരു കുട്ടിക്ക് ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടായ ഫോണിക്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ് ഫോണിക്സ്? ഓരോ ആൽഫബറ്റിൻ്റെയും സൗണ്ടാണ് ആ കുട്ടിക്ക് കൊടുക്കുന്നത്. A for ആപ്പിൾ എന്ന് പറഞ്ഞാൽ അത് തമ്മിൽ ശരിക്കും എന്തെങ്കിലും ബന്ധമുണ്ടോ? ആപ്പിൾ എഴുതാൻ പഠിക്കുന്ന സമയത്ത് മാത്രമാണ് ആ കുട്ടി റിയലൈസ് ചെയ്യുന്നത് A വെച്ചിട്ടാണ് ആപ്പിൾ തുടങ്ങുന്നത്, അല്ലേ? അപ്പോൾ എങ്ങനെ ആ കുട്ടിയെ സൗണ്ടിൻ്റെ ലോകത്തോട്ട് അല്ലെങ്കിൽ വൊക്കാബുലറിയുടെ ലോകത്തോട്ട് കൊണ്ടുവരാം? നമ്മൾ മോണ്ടിസോറി സിസ്റ്റത്തിൽ ഒരു കുട്ടിക്ക് ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് തന്നെ ഒരു ട്രേസിംഗ് ബോർഡുണ്ട്. ഫോർ എക്സാമ്പിൾ, A എന്ന് പറയുന്ന ആൽഫബറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ എയുടെ സൗണ്ടാണ് കുട്ടിക്ക് കൊടുക്കുന്നത്. അതായത് എയുടെ സൗണ്ടായ അ എന്ന് പറയുന്ന സൗണ്ടാണ് കുട്ടിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. അ ആപ്പിൾ, അ ആൻഡ്, അ ആരോ. ഈ എല്ലാ വേർഡ്സിൻ്റെയും ഫസ്റ്റ് നമ്മൾ കേൾക്കുന്ന സൗണ്ട് ഏതാ? ആ ആണ്. സോ അപ്പോൾ കുട്ടിക്ക് കിട്ടേണ്ട നോളേജും ഇത് തന്നെയാണ്. A for ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിക്കുക, A വെച്ചിട്ട് വേറെ ഏത് വേർഡ് ഉണ്ട് എന്ന് നിങ്ങൾ ആ കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം എന്താ? കുട്ടി A അറിയുന്നത് അപ്പോഴാണ്. A എഴുതാൻ പഠിച്ചിട്ടില്ല, A കണ്ടിട്ടില്ല. അപ്പോൾ എങ്ങനെ A വേർഡ്സ് കിട്ടും? അപ്പോൾ ഒരു ആ സൗണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കുട്ടിക്കാണെങ്കിൽ നമുക്കിങ്ങനെ പറഞ്ഞു നോക്കാം. അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ സറൗണ്ടിങ്സിൽ എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു നോക്കിയാൽ നമുക്ക് ഒരുപാട് ആ വേർഡ്സ് കിട്ടും.
സോ മേക്ക് ദ ചൈൽഡ് എക്സ്പ്ലോർ ദെയർ ലേണിംഗ്. അവരുടെ ചുറ്റുപാടുകളിലോട്ട് വിശാലമാക്കി കൊടുക്കുക പഠിത്തത്തെ. ഒരിക്കലും ഒരു കോൺസെപ്റ്റിൽ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നതായിരിക്കരുത്. അവരുടെ കയ്യിൽ നിന്നും എന്ത് വേണം, അവരുടെ കയ്യിൽ നിന്നും നോളജ് നമ്മൾ ഡെലിവർ ചെയ്തെടുക്കുക. അതാണ് മോണ്ടിസോറി സിസ്റ്റം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യും, നമ്മൾ സൗണ്ട് വെച്ചിട്ട് ആ സൗണ്ട് കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ റിലേറ്റ് ചെയ്ത ഒരു മിനിമം 3 വൊക്കാബുലറീസ്, അതായത് ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ 3 വേർഡ്സ് എങ്കിലും ഈ കുട്ടിക്ക് ഫെമിലിയർ ആകാൻ ചാൻസ് ഉള്ള 3 വേർഡ്സ് ആ കുട്ടിയെ പഠിപ്പിക്കും. സോ ഇങ്ങനെയാണ് ലാംഗ്വേജ് എന്ന് പറയുന്ന വലിയൊരു കടമ്പ കുട്ടിയിലോട്ട് എത്തുമ്പോൾ തന്നെ ഈ കുട്ടി എന്ത് ചെയ്യും, ഈ സാൻഡ് പേപ്പർ ബോർഡിൽ ഈ ഫോമേഷൻ കൂടെ ആ കുട്ടിയെ പഠിപ്പിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എ ആണ് കൊടുക്കുന്നതെങ്കിൽ ആ എയുടെ സാൻഡ് പേപ്പർ ബോർഡിലൂടെ കുട്ടി നമ്മൾ പണ്ട് ആശാൻ പള്ളിക്കൂടത്തിലൊക്കെ മണ്ണിൽ എഴുതിയില്ലേ, അതുപോലെ കുഞ്ഞിനെ കൊണ്ട് ട്രേസ് ചെയ്യിപ്പിക്കും. ട്രേസ് ചെയ്യുമ്പോൾ പറ്റുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ കുട്ടി പോലും അറിയാതെ അവൻ്റെ ഫൈൻ മോട്ടർ ഡെവലപ്മെന്റ് നടക്കും. ഒപ്പോൾ ഈ ഫോമേഷൻ ആ കുട്ടിയുടെ മൈൻഡിൽ പേസ്റ്റ് ചെയ്യും. അങ്ങനെ ഈ ഫോമേഷനൊക്കെ പേസ്റ്റ് ചെയ്തിരിക്കുന്ന കുട്ടിക്ക് റൈറ്റിങ്ങിലോട്ട് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഡെവലപ്പ് ചെയ്ത് പോകാനുള്ള ചാൻസ് കൂടിയാണ് മോണ്ടിസോറി സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ എന്തുകൊണ്ടാണ് എല്ലാവരും മോണ്ടിസോറിയിലോട്ട് കുട്ടികളെ വിടൂ, അവരുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എല്ലാ രീതിയിലും കുട്ടി ഡെവലപ്ഡ് ആകും എന്നൊക്കെ പറയുന്നത്. സോ ഇതൊരു ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷനാണ് എന്താണ് മോണ്ടിസോറി സിസ്റ്റം കുട്ടികൾ ചെയ്യുന്നത് എന്നുള്ളത്. വാച്ച് ഔട്ട് അവർ ചാനൽ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.